ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. കുറേ പേരെങ്കിലും അറിയാം ഗ്ലോബൽ വില്ലേജ് എന്താണെന്നുള്ളത്. ഇപ്പോൾ 29th സീസണാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ. ഒരു കൾച്ചറൽ എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷനാണ് ഗ്ലോബൽ വില്ലേജ്. എല്ലാ വർഷവും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒക്ടോബർ മാസം മുതൽ മെയ് മാസം വരെയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രവർത്തനം. ഏകദേശം 10 മില്യണിലധികം ആൾക്കാർ ഒരു വർഷം ഇവിടെ സന്ദർശിക്കുന്നുണ്ടെന്നാണ് ഗ്ലോബൽ വില്ലേജ് അധികൃതർ പറയുന്നത്. ഇത് ഏകദേശം 1997 ആദ്യമായിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തല്ല, ദുബായ് ക്രീക്ക് സൈഡ് ആയിരുന്നു. ഇപ്പോൾ ദുബായ് ക്രീക്ക് സൈഡ് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഷെയ്ഖ് സായദ് എക്സിറ്റ് 37 വാദി അൽ സഫ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ ഇവിടെയാണ് ടിക്കറ്റ് കിട്ടുന്നത്. ഏകദേശം 30 ദിർഹംസാണ് ഒരാൾക്ക് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഞങ്ങളും ടിക്കറ്റ് ഒക്കെ എടുത്തു. അതുപോലെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ 29th സീസണിലെ വിശേഷങ്ങൾ കാണാം. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എൻട്രൻസ് ആണ് ഗ്ലോബൽ വില്ലേജിൻ്റെ. ഇപ്പോൾ സമയം ഒരു 6 മണിക്കടുത്തായിട്ടുണ്ട്. ഈ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് പോവും. പക്ഷേ നൈറ്റാണ് ഇവിടുത്തെ ശരിക്കും നല്ല രസം കാണാനായിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ടൈമാണ്, ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതിൽ കൂടെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ അകത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ഇവിടെ എമിറാത്തികളുടെ ഒരു തനത് കലാരൂപമാണ്. ഇവരുടെ എല്ലാ വിശേഷങ്ങളിലും ഈ ഒരു കലാരൂപം ഇവിടെ അരങ്ങേറാറുണ്ട്. ഞാനിത് പലതവണ പല ക്രീക്കിലൊക്കെ പണ്ട് ഇത് കണ്ടിട്ടുള്ളതാണ്. ഇവിടെയും നമ്മുടെ നാട്ടിലെ പോലെ ഹൈഡ്രജൻ ബലൂണൊക്കെ വെക്കുന്ന ഒരാളിവിടെ നിൽപ്പുണ്ട്. ശരിക്കും കുട്ടികളെ നോട്ടമിട്ടിട്ടുള്ള ഒരു ബിസിനസ്സാണിത്. ഇവിടെ ഒരു തായ് മസാജ് സെൻ്ററാണ്. ഇവിടെ നമുക്ക് പലതരം മസാജുകൾ ഇവിടെ നിന്ന് ലഭ്യമാവും. പക്ഷെ നല്ല റേറ്റാണ് ഇവിടെ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ കാണുന്ന പവലിയൻ. ഇത് തുർക്കിയുടെ പവലിയനാണ്. നമുക്ക് ഈ തുർക്കിയുടെ പവലിയനിലേക്കൊന്ന് പോകാം. ഇവിടെ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ആദ്യം തന്നെ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ തുർക്കി ഐസ്ക്രീം വിൽക്കുന്ന ഒരു സ്ഥലമാണ്. തുർക്കി ഐസ്ക്രീം. ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡിലെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും കൾച്ചറും അതുപോലെ അവിടുത്തെ സാധനങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനും അതുപോലെ കാണാനും കഴിയും. തുർക്കിയിലെ പല ഫ്രൂട്ട്സുകളും
അതുപോലുള്ള ഐറ്റംസുകളും വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. ശരിക്കും ഇവിടുത്തെ ഈ ദുബായ് ഗവൺമെൻറ്റിനെ കണ്ടുപഠിക്കണം ശരിക്കും നമ്മുടെ ടൂറിസം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. കാരണം ഇതുപോലെ ഒരു മരുഭൂമിയിലാണ് ഇവർ ഈ സെറ്റപ്പൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് ലേഡീസ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു തുർക്കി ഷോപ്പാണ്. ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതുപോലെ വാൾ ഹാങ്ങിങ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇവിടെ പലതരം വസ്ത്രങ്ങളും അതുപോലെ തണുപ്പത്ത് ഇടുന്ന കോട്ടുകളും ഒക്കെയാണ് തുർക്കി സ്റ്റൈൽ. ഇവിടെ നിന്ന് നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാം. ഇവിടെ പല കൗതുക വസ്തുക്കളും നമുക്ക് വീട്ടിലേക്ക് ഷോക്കേസിലേക്കൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കൗതുക വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റാണ്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇത് ഇവിടെ എല്ലാ പവലിയനിലും കയറി പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു 1-2 ദിവസം വേണ്ടി വരും ഇത് മൊത്തം കാണാൻ. ഇത് UAE പവലിയനാണ്. നമ്മളിപ്പോൾ എല്ലാ പവലിയനിലും കയറുന്നില്ല. ഇങ്ങനെ കണ്ട് പോവാം, അതായിരിക്കും നല്ലത്. കാരണം എല്ലാ പവലിയനിലും കയറി നമുക്ക് കാണാൻ നിൽക്കണമെങ്കിൽ ഏകദേശം 2-3 ദിവസം എടുക്കും മൊത്തം കാണാൻ വേണ്ടി. ശരിക്കും ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റ് പോയി വരികയാണ്. ഇത് സിറിയയുടെ പവലിയനാണ്. ഇതും വലിയ പവലിയനാണ്. ഇതിനകത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണം. ഇവിടെ നമുക്ക് വലിയൊരു പൂജയും താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ കാണാം. പുള്ളി ആക്ച്വലി ഇത് ചായ വിൽക്കുന്ന ഒരു ആളാണെന്ന് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്ത പവലിയനിലേക്ക് പോവാം. ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. പല രാജ്യക്കാരുടെയും പ്രോഗ്രാംസുകൾ ഇവിടെ നടക്കും. ഇപ്പോൾ ഏതോ ഒരു രാജ്യക്കാരുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാം. അങ്ങനെ ഇപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഇതുപോലെ അടുത്ത ഏതെങ്കിലും രാജ്യക്കാരുടെ പ്രോഗ്രാം ഇവിടെ വരും. Ladies and gentlemen, please put your hands together and show your appreciation for another incredible show. ഇപ്പോഴാണ് ഇവിടെ ശരിക്കും ലൈറ്റുകളൊക്കെ വന്നപ്പോഴാണ് നല്ല മനോഹരമായിട്ടുണ്ട്. ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ ഒരു സെറ്റപ്പാണ് ഇവിടെ. അതിലും വലിയ സെറ്റപ്പാണ്. ഇതൊരു ചെറിയ ഉത്സവത്തിൻ്റെ ഒന്നുമല്ല. ഇവിടെയും ഹൈഡ്രജൻ ബലൂണുമായിട്ട് ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ഇത് കൊറിയൻ പവലിയനാണ്. കൊറിയയുടെ പവലിയനാണിത്. ഇതിൽ നമുക്ക് കയറുകയാണെങ്കിൽ കൊറിയയിലെ ഉള്ള ഐറ്റംസും അതുപോലെ അവരുടെ വൈവിധ്യങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാനും ടേസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇത് അമേരിക്കയുടെ പവലിയനാണ്. അമേരിക്കൻ പവലിയൻ.
ഇവിടെ എല്ലാ പവലിയനുകളുടെ അടുത്തും ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്നാക്സും അതുപോലെ ജ്യൂസുകളും ഒക്കെ വാങ്ങിച്ച് കുടിക്കാം, അതുപോലെ കഴിക്കാം. ഇത് തായ്ലൻഡിൻ്റെ പവലിയനാണ്. നമുക്ക് തായ്ലൻഡിൻ്റെ പവലിയനിലേക്കൊന്ന് കയറാം. ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു ഷോപ്പാണ്. അതുപോലെ തായ് മാംഗോ ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട്. ധാരാളം തായ് സ്റ്റൈൽ ജ്വല്ലറികളും ലേഡീസിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ഐറ്റംസാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ എറണാകുളത്ത് ബ്രോഡ്വേ മാർക്കറ്റിൽ പോയ ഒരു ഫീലാണ് ഇവിടെ. പക്ഷേ ഇവിടെ ശരി നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടെ ലേഡീസ് ഐറ്റംസാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. ജ്വല്ലറികളും അതുപോലെ വസ്ത്രങ്ങളും, കൂടുതലും ലേഡീസ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളാണ് ഈ തായ്ലൻഡിൻ്റെ പവലിയനിലുള്ളത്. ഇത് തായ് വിഭവങ്ങൾ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പാണ്. ഇവിടെ നമുക്ക് തായ് ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കാം. അതുപോലെ ചെറിയ ചെറിയ ഒരുപാട് ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റുകൾ. കൂടുതലും വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. കുട്ടികളുടെയും ലേഡീസിൻ്റെയും വസ്ത്രങ്ങളാണ്, സാധനങ്ങളുമാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണ്. നമുക്ക് കാണാം പാവകളും അതുപോലെ പലതരം ചെറിയ ചെറിയ ബാഗുകൾ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത്. കുട്ടികൾക്കായിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ ചെറിയ കുട്ടികളുടെ വസ്ത്രങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഇത്. ഇവിടെ മസാജിന് വേണ്ടിയുള്ള ഓയിലും മറ്റും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പാണത്. എന്തായാലും ശരിക്കും ഒരു ബ്രോഡ്വേ മാർക്കറ്റിൽ പോയ ഒരു ഫീലാണ്. കാരണം ബ്രോഡ്വേ മാർക്കറ്റിൽ പോയവർക്ക് അറിയാം, അവിടുത്തെ ഷോപ്പുകൾ ഇതുപോലെ തന്നെ അടുപ്പിച്ചുള്ള ഷോപ്പുകളാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത പവലിയൻ ഇത് ജപ്പാൻ്റെ പവലിയനാണ്. ഇതും വലിയൊരു പവലിയനാണ്, ജപ്പാൻ്റെ പവലിയൻ. അതിന് അടുത്ത് തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ പവലിയൻ ഉണ്ട്, ഇറാൻ്റെ പവലിയൻ ഉണ്ട്. ഇത് എല്ലാ പവലിയനിലും കൂടി നമുക്ക് കയറി ഇറങ്ങണമെങ്കിൽ തന്നെ ഒരു 2 ദിവസം എടുക്കും. അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഇത് ശരിക്കും ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമാണ്. ഗ്ലോബൽ വില്ലേജ് ശരിക്കും ഒരു വേൾഡ് മാർക്കറ്റാണ്. അതായത് ഒട്ടുമിക്ക നാടുകളുടെയും കരകൗശല വസ്തുക്കളും അവരുടെ വിവിധങ്ങളായ ഭക്ഷണങ്ങളും ഒക്കെ ഇവിടെ കിട്ടും. ശരിക്കും നമ്മൾക്ക് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഇവിടെ ശരിക്കും വരുവാണെങ്കിൽ ഒരു വൈകിട്ട് 4 മണി 5 മണി സമയത്ത് വരണം. അതാകുമ്പോൾ വെയിലൊന്നും കൊള്ളാതെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ച് കാണാം. ഒരുപാട് നടക്കാനുണ്ട്, നടന്നൊരു പരുവാകും. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും അറിയത്തില്ല
നമ്മൾ നടക്കുന്നത് എത്ര ദൂരം നടക്കുന്നുണ്ടെന്ന്. ഇവിടെ ചൈനയുടെ ഒരു പവലിയനാണ്. വളരെ വലിയൊരു പവലിയനാണ് ചൈനയുടെ പവലിയൻ. ഇവിടെ കൂടി കയറാനുള്ള കെൽപ്പില്ല, കാരണം ക്ഷീണിച്ച് തുടങ്ങി, നടന്ന് ക്ഷീണം തുടങ്ങി. എന്തായാലും ഇന്ത്യൻ പവലിയനിൽ കയറണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചൈനയുടെ പവലിയൻ വളരെ വലിയ പവലിയനാണ്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ചൈന സാധനങ്ങളായിരിക്കും. ചൈനയുടെ പല പല സാധനങ്ങൾ കാണാൻ പറ്റും, അതുപോലെ മേടിക്കാനും പറ്റും. ശരിക്കും കാശ് പൊട്ടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. ഇവിടെയും നമുക്ക് ഹൈഡ്രജൻ ബലൂൺ വിൽക്കുന്ന ഒരു ചേട്ടനെ കാണാം. ഇനി നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ പവലിയനാണ്. ഇന്ത്യൻ പവലിയനിലൊന്ന് കയറണം. അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള നമുക്ക് കാണണം, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ചൈനയുടെ പവലിയൻ ശരിക്കും വലിയൊരു പവലിയനാണ്. ഏകദേശം ഒരു ദിവസം തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നു ഇത് മൊത്തം കാണണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ്, ദൂരെ കാണുന്നതാണ്, അതാണ് ഇന്ത്യൻ പവലിയൻ. നമ്മൾ അങ്ങോട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇതിനടുത്ത് തന്നെയാണ് പാലസ്തീൻ്റെ പവലിയൻ ഉള്ളത്. പാലസ്തീൻ, ലിബിയ, അതുപോലെയുള്ള ഇറാൻ, അതുപോലെ പല പല രാജ്യങ്ങളുടെ പവലിയനും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം കൂടെ നമുക്ക് കയറിയിടക്കാൻ പറ്റത്തില്ല, അതുപോലെ നടക്കാനുണ്ട്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഇന്ത്യൻ പവലിയൻ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പവലിയനിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിനടുത്ത് തന്നെ ഇറാൻ്റെ പവലിയൻ ഉണ്ട്. നമുക്ക് ഇന്ത്യൻ പവലിയനിനകത്ത് ഒന്ന് കയറി അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കാണാം. ശരിക്കും നമ്മുടെ നാട്ടിലും ഇതുപോലത്തെയൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കണം ശരിക്കും. കാരണം ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങൾ, എത്ര സംസ്ഥാനങ്ങളുണ്ട്, ആ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഓരോ പവലിയൻ വെച്ച് ഇതുപോലൊരു മാർക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ഐഡിയ ആയിരിക്കും അത്. ഇന്ത്യയുടെ പവലിയനും ഏകദേശം നല്ല വലിയ പവലിയൻ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിനുള്ളിലേക്ക് കടക്കാം. ഇവിടെ ഒരാൾ കാരിക്കേച്ചർ വരച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മളെ വെച്ച് ഇദ്ദേഹം പടം വരച്ച് തരും. ഇതൊരു രാജസ്ഥാൻ ഷോപ്പാണെന്ന് തോന്നുന്നു. രാജസ്ഥാനി സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ മുടി വളരാനുള്ള ഹെർബൽ എണ്ണകൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. നമുക്ക് കാണാം. ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ ഓഫറൊക്കെ ഉണ്ടെന്നാണ് ഈ ചേച്ചി ഞങ്ങളോട് പറയുന്നത്. 2 കുപ്പി മേടിച്ചു കഴിഞ്ഞാൽ 1 കുപ്പി ഫ്രീ ആണെന്നാണ് ഇപ്പം അവർ ഞങ്ങളോട് പറയുന്നത്. ഇവിടെ പലതരം കല്ലുകൾ പതിച്ച ചെരുപ്പുകളും മറ്റും വിൽക്കുന്ന സ്ഥലമാണ്. അതുപോലെ വാൾ ഹാങ്ങിങ്സ്, ലൈറ്റുകൾ, കല്ലുകൾ പതിച്ച ലൈറ്റുകൾ, കല്ലുകൾ പതിച്ച ബാഗുകൾ ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും നല്ല വിലയാണ്.
ഇതൊരു മെറ്റൽ ബ്രാസ് മെയ്ഡ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതിൽ നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് നല്ല സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ വില പുള്ളി പറയുന്നത് 350 ദിർഹംസ് ആണ്. आपको इसे टच करना है, ये कॉम्बिनेशन ऑफ 5 मीटर्स होता है. इससे क्या होता है, ये पॉजिटिव एनर्जी गेन होता है इसका वाइब्रेशन से. आपको टच इट अभी क्यों पता है ना, इसे ऐसे टच करना है. कम टच सर वीडियो बनाए टच ഉണ്ടോ? ജസ്റ്റ് വൈബ്രേഷൻ. वाइब्रेशन ये वाइब्रेशन से पॉजिटिव एनर्जी गेन होता है. सारा पैसा आ रहा कौन ऐसा करेगा फिर हम लोग टच करने के लिए? टच करने के लिए कोई नहीं, आप करना करेंगे करेगा। तो ऐसे ऐसे वो तो दिखाया मैंने, इतना वाइब्रेशन है दिखाया. ट्रैक कर दीजिए. ओके ये तो इतना वाइब्रेशन होता है, ये दिखाया मैंने आपको. आपको साउंड को आपने कैच करने से तो साउंड कैसे आएगा, आपको ओपन करना है ना, फुली ओपन करना है. ऐसे करना है. वो ये पेन जैसा होल्ड करना है. वो इसको 30 डिग्री एंगल बनाना है, मीन्स गैप करना है. इसको ऑन टॉप में इस तरह करना है, ये हाथ को ऐसे करना है. एंटी क्लॉकवाइज में मूव होता है, इफेक्टिव होता है. कॉम्बिनेशन ऑफ 5 मीटर है. पेन जैसे पकड़ना है. हाँ आपको कैसे लिखते हैं? कितना इसका प्राइस कितना? ये नॉर्मली 350. അതുപോലെ ഇവിടെ പലതരത്തിലും വലിപ്പത്തിലുമുള്ള മെറ്റൽ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ കാണാം. എല്ലാത്തിനും നല്ല വിലയാണ്. എല്ലാം ബ്രാസിൽ ചെയ്തിരിക്കുന്നതാണ്. ബ്രാസിൽ ചെയ്തിരിക്കുന്നതായതുകൊണ്ടാണ് നല്ല വില. ഇനിയും ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇന്ത്യൻ പവലിയനിൽ. ഇപ്പം തന്നെ ഞങ്ങളിവിടെ 5 മണിക്ക് വന്നതാണ്. ഏകദേശം 8 മണിക്കടുത്തായി. 3 മണിക്കൂറിനടുത്തായി ഞങ്ങളിവിടെ വന്നിട്ട്. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം, അടുത്ത പവലിയനിലേക്ക് പോകാം. ഇത് ബഹ്റിൻ്റെ പവലിയനാണ്. അതുപോലെ ഈജിപ്റ്റ്, അതുപോലെ പല പല രാജ്യങ്ങളുടെ പവലിയൻ ഇവിടെ നമുക്കിപ്പോൾ കാണാം. ഇവിടെ ഗ്ലോബൽ വില്ലേജ് എന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു ചെറിയ കടയാണ്. അതുപോലെ ഇവിടെ ഗ്ലോബൽ വില്ലേജിൻ്റെ മാപ്പ് വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഓരോ രാജ്യങ്ങളുടെയും പവലിയൻ എന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇവിടെയൊക്കെ സെറ്റപ്പായിട്ടാണ് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ടൂറിസം എങ്ങനെ വളർത്താം, അതായത് ടൂറിസത്തിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് നമുക്ക് ദുബായിയെ കണ്ടുപഠിക്കണം. കാരണം ഇതുപോലെ ഒരു മരുഭൂമിയിൽ ഇത്രയും വലിയൊരു സെറ്റപ്പ് ചെയ്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്ലേസ് ശരിക്കും ഒരു മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ് ഈ ദുബായിയുടെ ഈ ഗ്ലോബൽ വില്ലേജ് ടൂറിസം. ഈ ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ ഒരു സെറ്റപ്പിൽ നിന്നും ദുബായ് ഏകദേശം നല്ല ഹ്യൂജ് റവന്യൂ ആണ് എല്ലാ വർഷവും അവർ ജനറേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഒരുപാട് ടൂറിസം പ്ലേസുകളും ഒക്കെയുള്ള സ്ഥലമാണ് നമ്മുടെ നാടും. പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ കണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല ടൂറിസ്റ്റുകൾ വന്ന് ശരിക്കും നമ്മുടെ നാടും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇതുപോലെ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.